മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡയറക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു ഫണ്ട് മാനേജർ നിങ്ങളുടെ പൈസ മേടിച്ച് ഇതുപോലെ സ്റ്റോക്കുകളിലോ ബാങ്ക് FDസിലോ അല്ലെങ്കിൽ ബോൺസിലോ ഒക്കെ ഇടും. അപ്പൊ നിങ്ങളുടെ പണി വേറൊരാളെ ഏൽപ്പിച്ച് ചെയ്യുന്നു, അവർ അതിന്റെ ഒരു ചെറിയ കമ്മീഷൻ എടുക്കും. മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പൊ നിപ്പോൺ ഇന്ത്യ ഫണ്ട്സ്, HDFC ബാങ്കിന് ഫണ്ട്സ് ഉണ്ട്, ICICI ബാങ്ക്സിന് ഫണ്ട്സ് ഉണ്ട്, അങ്ങനെ കുറെ വലിയ മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവർ ഒത്തിരി ക്ലയൻസിന്റെ ഫണ്ട് മേടിച്ച് ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകളിൽ ചിലപ്പോൾ ഇടും. എന്നിട്ട് അതിന്റെ ഒരു റിട്ടേൺ നിങ്ങൾക്കൊരു കൊല്ലം 20-30% റിട്ടേൺ ആക്കി തരും. അത് മാർക്കറ്റ് ഡിപ്പായി നിൽക്കുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് ലംസമായിട്ട് ഇടാം. അതിൽ സേഫ് SIP മോഡലാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ജോലിക്കാരൊക്കെ ആയതുകൊണ്ട് അവരുടെ മന്ത്ലി സാലറി 2000, 5000 എനി എമൗണ്ട് SIP ആയിട്ട് നല്ല മ്യൂച്വൽ ഫണ്ട് ഇടാം. ദെൻ പല സംശയം ഉണ്ടാവും, ഇതെനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ചോദ്യമുണ്ട്. ഇൻഷുറൻസ് 7 കൊല്ലം 5 കൊല്ലം ലോക്കിനാണ്. മ്യൂച്വൽ ഫണ്ട് അങ്ങനെയല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിഡംഷൻ ചെയ്യാം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രീതിയിൽ ചെയ്യാം. ലംസമായിട്ട് ഒറ്റയടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ SIP ആയിട്ട് ചെയ്യാം. ഇപ്പൊ മാർക്കറ്റ് ഡൗൺ ആണ്, നിങ്ങൾക്ക് ലംസം മേടിക്കുന്ന സമയമാണ്. SIP ആയിട്ട് ചെയ്താൽ അങ്ങനെ മാർക്കറ്റ് ഡൗൺ ഉറപ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഏത് സിനാരിയോയിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും.